അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി അഡീഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ബൈനറി അഡീഷൻ, രണ്ട് ബൈനറി നമ്പറുകളെ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളൊരു ടേബിൾ കാണുന്നുണ്ട്, ഇതിന്റെ ഒരു ബേസിക് റൂൾസ് ആണ് പറയുന്നത്. ഈ റൂൾസ് കൃത്യമായി മനസ്സിലാക്കുക. ഈ റൂൾസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് അല്ലെങ്കിൽ എങ്ങനെ ഹൗ ടു ആഡ് ടു ബൈനറി നമ്പേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദിവസവും പറയാണ്, എ ബി എന്ന് പറയുന്ന ജസ്റ്റ് കൊടുത്തു. എ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ബിറ്റ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ബിറ്റ്, ആ ലെവലിൽ ആലോചിക്കാം. സീറോയും സീറോയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബൈനറി അഡീഷൻ ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ബൈനറി അഡീഷന്റെ റൂൾസ് ആണ് പറയുന്നത്. ഓക്കെ, സീറോയും സീറോയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ തന്നെയാണ് സമ്മ് കിട്ടുക, ക്യാരി സീറോ ആയിരിക്കും. ഓക്കെ, പിന്നെ സീറോയും വണ്ണും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് 1 ആയിരിക്കും, ക്യാരി 0 ആയിരിക്കും. 1 പ്ലസ് 0, വണ്ണും സീറോയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് 1 ആണ് ലഭിക്കുക, ക്യാരി 0 ആയിരിക്കും. വണ്ണും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇമ്പോർട്ടന്റ് ആണ്, അതാണ് ഇതിൽ നമുക്ക് എപ്പോഴും തെറ്റുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗം. വണ്ണും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് 0 ആണ് ലഭിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സമ്മ് 0 ആണ് ലഭിക്കുക, പോരാത്തതിന് ക്യാരി എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ സമ്മ് 0 ആയിരിക്കും, ക്യാരി 1 ആയിരിക്കും എന്നർത്ഥം. അപ്പൊ ഇത് ഈ ഒരു ടേബിൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ റൂൾസുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം എന്നർത്ഥം. അതിൽ ആ ലാസ്റ്റിലത്തെ മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. വണ്ണും കൂട്ടി കഴിഞ്ഞാൽ 0 ആയിരിക്കും സമ്മ് കിട്ടുക, അതേപോലെ ക്യാരി 1 ആയിരിക്കും എന്നുള്ളത് അത് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ 1 + 1 + 1 ചെയ്ത് കഴിഞ്ഞാൽ 1 + 1 + 1 ബൈനറി അഡീഷനിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ സമ്മ് 1 ആയിരിക്കും, അതേപോലെ ക്യാരിയും 1 ആയിരിക്കും. ഓക്കെ, സമ്മ് 1 ആയിരിക്കും, അതേപോലെ ക്യാരിയും 1 ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു റൂൾസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് സം ഓഫ് ബൈനറി നമ്പേഴ്സ് 1011 ആൻഡ് 1001. അപ്പൊ അത് നമ്മളൊന്ന് കൂട്ടി നോക്കാം. നമുക്ക് 1 പ്ലസ് 1011 എന്ന് കൊടുത്തിട്ടുണ്ട്, പ്ലസ് 1001 അല്ലെ. അപ്പൊ ഏറ്റവും റൈറ്റ് സൈഡിൽ നമുക്ക് കൂട്ടി നോക്കാം. 1 + 1 1 കൂട്ടി കഴിഞ്ഞാൽ ആ ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, സമ്മ് 0 ആയിരിക്കും, ക്യാരി 1 ആയിരിക്കും. അപ്പൊ ആ സമ്മ് 0 നമ്മൾ അടിയിൽ എഴുതി, ക്യാരി 1 ഒന്ന് മാറ്റി എഴുതി. അപ്പൊ നിങ്ങൾ ഈ കാണുന്നതിൽ മറ്റേ ടെക്സ്റ്റിൽ അങ്ങനെ മാറ്റി എഴുതിയായിട്ടൊന്നും കാണുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ക്യാരി ഉണ്ടാവും മനസ്സിലാക്കുക, ക്യാരി 1 ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് ഇതിൽക്കാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പൊ ഫസ്റ്റ് ബൈനറി നമ്പർ ആയിട്ടുള്ള 1011ത്തെ 1 കഴിഞ്ഞ് 0 കഴിഞ്ഞ് 1, അതാണ് ഇനി കൂട്ടേണ്ടത്. ആ 1 ക്യാരി കിട്ടിയ 1 ഇല്ലേ, അവ നമ്മൾ എന്ത് ചെയ്യാം, കൂട്ടുക. അപ്പൊ 1 + 1 എന്നുള്ളത് വരും. 1 + 1 കൂട്ടി കഴിഞ്ഞാൽ എന്താ വരിക, സമ്മ് 0 ആണ്, ക്യാരി 1 ആണ്. സമ്മ് 0 ആണ്, ക്യാരി 1 ആ ക്യാരി 1 എന്ത് ചെയ്തു, നെക്സ്റ്റ് പൊസിഷനിലേക്ക് എന്ത് ചെയ്തു, മാറ്റി എഴുതി. പിന്നെ അതിന് ശേഷം ഇപ്പൊ നമ്മള് 1 + 1 അവിടെ കൂട്ടി കഴിഞ്ഞപ്പോൾ 0 കിട്ടിക്കഴിഞ്ഞു. ആ 0യും പിന്നെ രണ്ടാമത്തെ നമ്പറിലെ 0യും അത് കൂട്ടി കഴിഞ്ഞാൽ 0യും 0യും കൂട്ടി കഴിഞ്ഞാൽ എന്താ വെക്കുക, 0 തന്നെയാണ്. അതാണ് അടിയിലേക്ക് എഴുതിയിരിക്കുന്നത്. ആൻസറിൽ സെക്കൻഡ് ബിറ്റ് ആയിട്ട്, റൈറ്റിൽ നിന്ന് സെക്കൻഡ് ബിറ്റ് ആയിട്ട് 0 എഴുതിയിരിക്കുന്നത്. ഇനി നമ്മള് നെക്സ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഓൾറെഡി ക്യാരി അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ആ ക്യാരി ആയിട്ട് കിട്ടിയ 1ഉം പിന്നെ ഫസ്റ്റ് നമ്പറിലത്തെ സെക്കൻഡ് പൊസിഷൻ ആയിട്ടുള്ള 0യും തമ്മിൽ കൂട്ടുക. അപ്പൊ 1 + 0 എന്ന് പറയുമ്പോൾ സമ്മ് 1 ആണ്, ക്യാരി 0 ആണ്. ക്യാരി 0 ആണെങ്കിൽ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, 1 + 0 എന്ന് പറയുമ്പോൾ സമ്മ് 1 ആണ്, പിന്നെ ആ 1ഉം പ്ലസ് രണ്ടാമത്തെ നമ്പറിലത്തെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പൊസിഷനിൽ വരുന്നത് 0യും. അപ്പൊ വീണ്ടും 1 + 0 എന്ന് പറഞ്ഞ ഒരു അഡീഷൻ വരികയാണ്. അപ്പോ സമ്മ് 1 തന്നെ ആയിരിക്കും, ക്യാരി 0 ആയിരിക്കും. ഞാൻ പറഞ്ഞു ക്യാരി 0 ആണെങ്കിൽ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല പറഞ്ഞു. ആ 1നെ എന്ത് ചെയ്തു, അടിയിലേക്ക് എഴുതി. അതാണ് ആൻസറിലത്തെ മൂന്നാമത്തെ ബിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഫസ്റ്റ് നമ്പറിലത്തെ ഫസ്റ്റ് പൊസിഷൻ ആയിട്ടുള്ള 1, സെക്കൻഡ് നമ്പറിലത്തെ ഫസ്റ്റ് പൊസിഷൻ ആയിട്ടുള്ള 1 അവ തമ്മിൽ കൂട്ടുക. 1 കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 0 ആയിരിക്കും എന്ന് പറഞ്ഞു, ക്യാരി 1 ആയിരിക്കും. ആ 0 ആണ് അവിടെ അടിയിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ക്യാരി 1 നമ്മൾ മാറ്റി എഴുതിയിരുന്നു. ആ 1നെ അതേപോലെ എന്ത് ചെയ്തു, ഇനി പ്രത്യേകിച്ച് ഒന്നും ആ ക്യാരി വെച്ചിട്ട് വേറെ ആരെയും സമ്മ് കാണാനില്ല അവിടെ. അത് കാരണം എന്ത് ചെയ്യുന്നു, ആ 1നെ അതേപോലെ താഴത്തേക്ക് എഴുതുന്നു. അപ്പൊ നമുക്ക് ആൻസർ 10100 എന്ന് ലഭിക്കും. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് ഈസ്
ഡാറ്റ റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മള് ഈ ബൈനറി അഡീഷനും ഇതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയാ നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഡാറ്റ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഡാറ്റ റെപ്രസെന്റേഷൻ. നമുക്കറിയാം ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലെ. എന്തിനും നമുക്ക് ഡാറ്റ എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. അപ്പൊ അത് മറ്റേ ചിലപ്പോൾ ടെക്സ്റ്റുകളാവാം, ടെക്സ്റ്റ് പല തരത്തിലുള്ള ഡാറ്റകളുണ്ട് അല്ലെ. ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ടെക്സ്റ്റിൽ വരും. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. ക്യാരക്ടേഴ്സ് ആവാം, ഇമേജ് ആവാം, വീഡിയോ ആകാം, പിന്നെ ഓഡിയോ ഫയൽ ആകാം അല്ലെ, നമ്പേഴ്സ് ആവാം. അങ്ങനെ പല തരത്തിലുള്ള ഡാറ്റകളുണ്ട്. ഇവയെല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഡാറ്റകൾ പലതരത്തിലാണെങ്കിൽ പോലും അവയെ നമ്മുടെ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്ന രീതി എങ്ങനെയെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഹൗ ടു റെപ്രസെന്റ് ഡാറ്റ ഇൻ ദി കമ്പ്യൂട്ടർ മെമ്മറി. അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ബൈനറി നമ്പറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ബൈനറി നമ്പർ സിസ്റ്റം ആണ് കൂടുതലായിട്ടും എന്ന് പറഞ്ഞു. അതിന് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കുറവ് സിമ്പിൾസ് വരുന്നത് ഏതിലാണ്, ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ഓൺലി 2 numbers 0 and 1. ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ഓഫ് എന്ന് പറയുന്ന 2 വ്യത്യസ്ത ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതാണ്. അത് കാരണമാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം കമ്പ്യൂട്ടറിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതായത് മാനേജ് ചെയ്യാൻ മറ്റേ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മളിവിടെ പറയുന്നത് ഓരോ പല ടൈപ്പ് ഡാറ്റകൾ, പല തരത്തിലുള്ള ഡാറ്റകൾ ഉണ്ട് പറഞ്ഞു. ആ ഡാറ്റകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം മെമ്മറിയിൽ നിന്നാണ്. ഹൗ ടു റെപ്രസെന്റ് മെമ്മറി എന്നുള്ളതാണ്. അപ്പൊ അതില് ഫസ്റ്റ് പറയുന്നത് നമ്പറുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ്. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള നമ്പേഴ്സ് ആയിട്ട് പറയാം നമുക്ക്. പോയിന്റ് വാല്യൂ ഉള്ളതും പോയിന്റ് വാല്യൂ ഇല്ലാത്തതും. പോയിന്റ് വാല്യൂ ഇല്ലാത്ത നമ്പേഴ്സിന് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇന്റീജേഴ്സ് എന്ന് പറയും. ഇന്റീജർ നമ്പർ എന്ന് പറയും. ഇന്റീജർ നമ്പർ. പോയിന്റ് വാല്യൂ ഉള്ള നമ്പറിനെ നമ്മൾ പറയും ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്നാണ് പറയുക. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അപ്പൊ ഇന്റീജർ നമ്പറും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും ഉണ്ട്. ഇന്റീജർ നമ്പർ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പോയിന്റ് വാല്യൂ ഇല്ലാത്ത ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പറുകൾ. ഫോർ എക്സാമ്പിൾ 1000, 57, 100, 110 ഇതിലൊന്നും പോയിന്റ് വാല്യൂ വരുന്നില്ല. അത് കാരണം അതിനെന്ത് പറയാം, ഇന്റീജർ നമ്പേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി പോയിന്റ് വാല്യൂ ഉള്ളതിനെ നമുക്ക് എക്സാമ്പിൾ ആയി പറയാം. 5.7, 1.2, 100.10 ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. പോയിന്റ് വാല്യൂ ഉള്ളത് കാരണം അതിനെന്ത് പറയാം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഹൗ ടു റെപ്രസെന്റ് ഇന്റീജർ നമ്പർ ഇൻ ദി മെമ്മറി എന്നുള്ളതാണ്. മെമ്മറിയിൽ ഇന്റീജർ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്റീജർ നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോയിന്റ് വാല്യൂ ഇല്ലാത്ത നമ്പേഴ്സ് ആലോചിക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ 3 മെത്തേഡ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്, ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്, ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് നിങ്ങൾ പരിചയപ്പെടുത്താണ്. വേർഡ് എന്താണ്, വേർഡ് ലെങ്ത് എന്താണത്. വേർഡ് ലെങ്ത്. വേർഡ് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ വാക്ക് അല്ലെ എന്ന് നമ്മൾ പറയും. ആ ഒരു അർത്ഥമല്ല ഇവിടെ വരുന്നത്. ഇവിടെ വേർഡ് കമ്പ്യൂട്ടർ ടേംസിൽ വേർഡ് എന്ന് പറയുന്നത് പ്രൊസസ്സർ, നമ്മുടെ പ്രൊസസ്സറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. CPU അല്ലെ, ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ നമ്മൾ പറഞ്ഞതാണ്. ഈ പ്രൊസസ്സർ ഒരു യൂണിറ്റ് ആയിരുന്നത് എന്നർത്ഥം. ഇറ്റ്സ് എ ഫിക്സഡ് സൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ്. It's a fixed sized group of bits that are handled as the unit. ഒരു യൂണിറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ആര്? ബൈ എ പ്രൊസസർ. പ്രൊസസർ ഒരു യൂണിറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, ഡാറ്റ ഹാൻഡിൽ ചെയ്യാണ്. അത് എത്ര ബിറ്റുകൾ, അത് ഫിക്സഡ് സൈസ്ഡ് ബിറ്റ് ആയിരിക്കാം. 8 ആയിരിക്കാം, ചിലപ്പോൾ 16 ആയിരിക്കാം, ചിലപ്പോൾ 32 ആയിരിക്കാം, ചിലപ്പോൾ 64 ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതിനെയാണ് വേർഡ് എന്ന് പറയുന്നത്. വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്ര ബിറ്റുകൾ എന്നുള്ളതാണ്. 8 ബിറ്റ്സ് ഓഫ് ഗ്രൂപ്പ് ആയിട്ടാണ് ഒരു ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോസസ്സർ ഒരു യൂണിറ്റ് ഡാറ്റ ആയിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ
അതിനെ പറയുന്നതാണ് എന്ത്, അത് അവിടുത്തെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 8 ആണ്. 16 ബിറ്റ് ആയിട്ടാണെങ്കിൽ വേർഡ് ലെങ്ത് 16 ആണ്. 32 ബിറ്റ്സ് ആയിട്ടാണ് പ്രോസസർ കണക്കാക്കുന്നതെങ്കിൽ അവിടുത്തെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിൽ വെക്കുക. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന പലതരത്തിലുള്ള മെത്തേഡ്സുകളിലും ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇതിലത്തെ ഏതെങ്കിലും ഒരു വേർഡ് ലെങ്ത് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റെപ്രസെന്റ് ഇന്റീജർ നമ്പർ യൂസിങ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് എന്നുള്ളതാണ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്. അതില് ഇത്ര ചെയ്യേണ്ടതുള്ളൂ. ഒരു നമ്പർ തന്നിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ബൈനറി കാണും. ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നേരെ ശ്രദ്ധിക്കുക, കുറച്ച് ടഫായിട്ടുള്ള ഭാഗമാണ്, നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പറിന് തുല്യമായിട്ടുള്ള എന്ത് കാണുക, ബൈനറി നമ്പർ കാണുക. ആ ബൈനറി നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് 8 ബിറ്റ് ഫോമിലേക്ക് ആക്കുക. 8 ബിറ്റ് ഫോമിലേക്ക് ആക്കുക. അല്ലെങ്കിൽ 8 ബിറ്റ് ഫോമിലേക്ക് ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 7 ബിറ്റ് ഫോമിലേക്ക് ആക്കാന്ന് പറയാം. 7 ബിറ്റുകളുടെ ഗ്രൂപ്പുകളാക്കുക. അപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ കാണുന്നുണ്ട്. 23 എന്ന് പറയുന്ന നമ്പർ, ആ 23ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 7 ബിറ്റ് ബൈനറി ഈക്വലന്റ് ആണ് 0010111 ബേസ് 2 എന്ന് പറയുന്നത്. ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. എന്താ, തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിന് തുടർച്ചയായി 2 കൊണ്ട് ഹരിക്കുക, ഓരോ തവണ ലഭിക്കുന്ന റിമൈൻഡേഴ്സ് മാറ്റി എഴുതുക, അവസാനം എല്ലാ റിമൈൻഡേഴ്സും അടിയിൽ നിന്ന് മുകളിലേക്ക് എഴുതുക. അതാ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7 ബിറ്റുകൾ ഇല്ല എങ്കിൽ 7 ബിറ്റുകൾ ആക്കാൻ വേണ്ടി ഇടത് ഭാഗത്ത് എന്ത് ചെയ്യാം, 0 ചേർക്കുക. 0 എത്ര 5 ബിറ്റ് ഉള്ളൂ വെച്ചാൽ 7 ആക്കാൻ വേണ്ടി 2 0 എന്ത് ചെയ്യുക, ചേർക്കുക. അങ്ങനെ 7 ബിറ്റ്സ് ഓഫ് ഗ്രൂപ്പുകൾ ആക്കുക എന്നർത്ഥം. അങ്ങനെ ആയിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ നോക്കുക. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ആ സൈന്, ആ പോസിറ്റീവ് എന്ന് പറയുന്ന സൈനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിലത്തെ MSB ഉപയോഗിക്കുന്നത്. ഓക്കെ, MSB മീൻസ് മറ്റേ ഫസ്റ്റ് ബിറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ബിറ്റ്. അപ്പോ പോസിറ്റീവ് ആണെങ്കിൽ 0 എന്നും, പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നത് 0 എന്ന് പറയുന്ന ബൈനറി നമ്പർ വെച്ചിട്ടാണ്. നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ആ സൈനിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 എന്നുമാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. നേരെ മനസ്സിലാക്കുക. പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 0 എന്നും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1 എന്ന് പറയുന്ന ബിറ്റുമാണ് ആ സൈനിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് നമുക്കറിയാം +23 നടത്തിയിരിക്കും അല്ലെ. അപ്പൊ പ്ലസ് ആയത് കാരണം പോസിറ്റീവ് ആണ്. അപ്പൊ 0 എന്ന് പറയുന്ന ബിറ്റാണ് ഉപയോഗിക്കുന്നത്. അതാണ് അവിടെ സൈനിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 0 എന്ന് പറഞ്ഞത് എടുത്തിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. -105. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 105ന് കറസ്പോണ്ടിങ് ആയുള്ള 7 ബിറ്റ് ബൈനറി കാണുക. 7 ബിറ്റ് ബൈനറി കാണുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആയിരിക്കുക. അപ്പൊ നമുക്ക് അതിന് തുല്യമായുള്ള 1101001 ബേസ് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ബൈനറിനെ എന്ത് ചെയ്യാം, 7 ബിറ്റ് അല്ല എങ്കിൽ 7 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇടത് ഭാഗത്ത് 0 ഇട്ട് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു. പിന്നെ അതിന് ശേഷം നെഗറ്റീവ് ആയത് കാരണം 8ാമത്തെ ബിറ്റ് അയാള് ആ സൈനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, നെഗറ്റീവ് ആയത് കാരണം 1 എന്നാണ് എന്ത് ചെയ്യേണ്ടത്, സൈനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകേണ്ടത് എന്നർത്ഥം. ഇങ്ങനെയാണ് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ എങ്ങനെ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നു കമ്പ്യൂട്ടർ മെമ്മറിയിൽ എന്നുള്ളതിന് ഈ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഒരു ബേസിക് ആയൊരു ഇത് പറയാം. 8 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോസസർ ആണെങ്കിൽ 2⁻8 - 1 എന്ന് പറഞ്ഞാൽ 255 നമ്പേഴ്സ്, ഡിഫറെന്റ് നമ്പേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുള്ളൂ. എന്ന് പറയുമ്പോൾ -127 to +127 നമ്പർ, -127 മുതൽ +127 വരെയുള്ള നമ്പറുകളെയാണ് ആ പ്രോസസർ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യാന്ന് അർത്ഥം. ആ ഒരു ഇതിന്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സ്. ഇനി 16 ബിറ്റ് വേർഡ് ആണെന്നുണ്ടെങ്കിൽ 16 ബിറ്റ് ആ പ്രോസസർ 16 ബിറ്റ് ആയിട്ടാണ് ഒരു യൂണിറ്റ് ഓഫ് ഡാറ്റയെ കണക്കാക്കുന്നതെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2⁻16 - 1 എന്ന് പറയുമ്പോൾ 65,535 നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -32,767 മുതൽ +32,767 നമ്പർ, ആ ഒരു ഇൻ ബിറ്റ്വീൻ ദാറ്റ് നമ്പേഴ്സ്, അതിൻ്റെ ഉള്ളിലത്തെ നമ്പേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.
അത് ഇത് അത്ര അതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കണ്ട, അതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു അവസരത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. വൺസ് കോംപ്ലിമെന്റ് മെത്തേഡില് ഇത്ര മനസ്സിലാക്കേണ്ടുള്ളൂ, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അത് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് ചോദിക്കാൻ അതിന്റെ പ്രൊസീജിയർ പറയാം. തന്നിരിക്കുന്ന നമ്പറിന്റെ ബൈനറി നമ്പർ കാണാം. തന്നിരിക്കുന്ന ബൈനറി നമ്പറിന് തുല്യമായുള്ള ബൈനറി നമ്പർ കാണാം. അപ്പൊ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആയിരിക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ ബൈനറിയിൽ 8 ബിറ്റുകൾ ഇല്ല എങ്കിൽ 8 ബിറ്റുകൾ ആക്കാൻ വേണ്ടിയിട്ട് ഇടത് ഭാഗത്തേക്ക് 0 ഇട്ട് കൊടുക്കുക. 5 ഉള്ളതുകൊണ്ടെങ്കിൽ ബാക്കി 3 0 ഇട്ട് കൊടുക്കുക. അങ്ങനെ 8 ബിറ്റുകളെ ഗ്രൂപ്പുകളാക്കുക എന്നർത്ഥം. അങ്ങനെ ആയി കഴിഞ്ഞാല് സംഖ്യ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സംഖ്യ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ ഈ കിട്ടിയ 8 ബിറ്റ് ഫോം ഉണ്ടല്ലോ, 8 ബിറ്റ് ഫോം നമുക്ക് കിട്ടിയ 8 ബിറ്റ് ഫോം, ആ ബൈനറി നമ്പർ അത് തന്നെയാണ് അതിന്റെ വൺസ് കോംപ്ലിമെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ പറയണേ, സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമുള്ള കാര്യമാണ് പറയുന്നത്. സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ കിട്ടിയ ബൈനറി നമ്പർ ഉണ്ടല്ലോ 8 ബിറ്റ് ഫോം, ആ നമ്പർ തന്നെ ആയിരിക്കും, ആ ബൈനറി നമ്പർ തന്നെ ആയിരിക്കും അതിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം എന്നർത്ഥം. ഇനി സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ, സംഖ്യ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. സംഖ്യ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ച ഈ ബൈനറി നമ്പറിന്റെ അവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. ഇത്ര ചെയ്യേണ്ടുള്ളൂ, 0 കാണുന്നിടത്തൊക്കെ 1 ആക്കുക, 1 കാണുന്നിടത്തൊക്കെ 0 ആക്കുക. വളരെ സിമ്പിൾ ആണ്. 0 കാണുന്നിടത്തൊക്കെ 1 ആക്കുക, 1 കാണുന്നിടത്തൊക്കെ 0 ചേഞ്ച് ചെയ്യാം. അതായിരിക്കും അതിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം. അപ്പൊ ഒന്നുകൂടി പറയണേ, തന്നിരിക്കുന്ന ബൈനറി നമ്പർ തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യാം, അതിന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ കാണുക. 8 ബിറ്റുകൾ കിട്ടിയതിൽ ആ റിസൾട്ട് നമുക്ക് കണ്ടതിൽ 8 ബിറ്റുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ 8 ബിറ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇടത് ഭാഗത്തേക്ക് 0 ഇട്ട് കൊടുത്തിട്ട് 8 ബിറ്റ് ഫോം ആക്കുക. പിന്നെ സംഖ്യ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. സംഖ്യ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ കിട്ടിയത് തന്നെയാണ് അതിന്റെ വൺസ് കോംപ്ലിമെന്റ്. സംഖ്യ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലഭിച്ച 8 ബിറ്റ് ഫോമിൽ 0 കാണുന്നിടത്തൊക്കെ 1 ആക്കുക, 1 കാണുന്നിടത്തൊക്കെ 0 ആക്കുക. ഇത്രേ ചെയ്യേണ്ടുള്ളൂ വൺസ് കോംപ്ലിമെന്റ് ഫോം കാണാൻ. നെക്സ്റ്റ് വൺ ഈസ് ടൂസ് കോംപ്ലിമെന്റ് ഫോം. ടൂസ് കോംപ്ലിമെന്റ് ഫോം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിട്ട് വൺസ് കോംപ്ലിമെന്റ് പ്ലസ് 1 ആയിരിക്കാം. ആദ്യം വൺസ് കോംപ്ലിമെന്റ് കണ്ടിട്ട് എന്ത് ചെയ്യാം, 1 എന്ന് പറയുന്ന ബിറ്റ് ആഡ് ചെയ്യാം. ബൈനറി അഡീഷൻ എങ്ങനെ നോക്കാൻ പറ്റും. അപ്പോ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നിരിക്കുന്ന നമ്പറിന്റെ ബൈനറി കാണുക. ബൈനറി കണ്ടിട്ട് അതിൽ 8 ബിറ്റുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ 8 ബിറ്റുകൾ ആക്കാൻ വേണ്ടിയിട്ട് ഇടത് ഭാഗത്തേക്ക് 0 ഇട്ട് കൊടുക്കുക. 8 ബിറ്റ് ഫോം ആക്കുക. ആക്കിയതിനു ശേഷം സംഖ്യ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ ഈ ലഭിച്ചത് തന്നെയാണ് അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം. അതല്ല സംഖ്യ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലഭിച്ച 8 ബിറ്റ് ഫോമിന്റെ, അതായത് നമ്മൾ കണ്ടെത്തിയ 8 ബിറ്റ് ഫോം ഉണ്ടല്ലോ, ആ 8 ബിറ്റ് ഫോമിന്റെ കിട്ടിയ ബൈനറിന്റെ 8 ബിറ്റുകളെ ഗ്രൂപ്പുകളാക്കിയിട്ടുള്ള ബൈനറി ഉണ്ടല്ലോ, അതിന്റെ വൺസ് കോംപ്ലിമെന്റ് ആദ്യം കാണും. എന്ന് പറയുമ്പോൾ 0 കാണുന്നത് 1 ആക്കുക, 1 കാണുന്നത് 0 ആക്കുക. അത്ര ആലോചിച്ചാൽ മതി. അത് കണ്ടതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വെച്ചിട്ട് +1 ഒരു 1 എന്ന് പറയുന്ന ബിറ്റിന് എന്ത് ചെയ്യുക, ആഡ് ചെയ്യും. അപ്പോൾ ബൈനറി അഡീഷൻ എന്ന് പറയുന്ന ആ റൂൾസുകൾ ആലോചിക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആ ഒരു ബൈനറി അഡീഷൻ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിച്ചു, ആ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അതാണ് അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം. ഒന്നുകൂടി പറയണേ, തന്നിരിക്കുന്ന നമ്പറിന്റെ ബൈനറി കാണുക. കിട്ടിയ ബൈനറിയിൽ 8 ബിറ്റുകൾ ഇല്ല എങ്കിൽ 8 ബിറ്റുകൾ ആക്കാൻ വേണ്ടി ഇടത് ഭാഗത്തേക്ക് 0s ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കിട്ടിയ 8 ബിറ്റ് ഫോം നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി സംഖ്യ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ ഈ കിട്ടിയത് തന്നെയാണ് അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം. സംഖ്യ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കിട്ടിയ 8 ബിറ്റ് ഫോമിന് വൺസ് കോംപ്ലിമെന്റ് ആദ്യം കാണുക. അതിലൂടെ +1 ഒരു 1നെ ആഡ് ചെയ്ത് കൊടുക്കുക. ബൈനറി അഡീഷൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂസ് കോംപ്ലിമെന്റ് ഫോം കിട്ടിയെന്ന് അർത്ഥം. അപ്പൊ ഇതൊക്കെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്, ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഇന്റീജേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് പറയുന്നത്.